വിദ്വേഷ പ്രസംഗം നടത്തിയ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ തെരഞ്ഞെടുപ്പിൽ അയോഗ്യനാക്കണമെന്ന് LDF ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ഗുരുവായൂരിന്റെ മതനിരപേക്ഷ മണ്ണിൽ കലാപം സൃഷ്ടിക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നത്. ഗോപാലകൃഷ്ണന്റെ നോമിനേഷൻ സ്വീകരിക്കുന്നതിനെ സൂക്ഷ്മ പരിശോധനാ സമയത്ത് LDF ശക്തമായി എതിർത്തു. എന്നാൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും അനുയായികളും നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. അതേസമയം അടിസ്ഥാനമില്ലാത്ത കാരണം പറഞ്ഞ് LDF സ്ഥാനാർത്ഥി NK അക്ബറിന്റെ പത്രിക സ്വീകരിക്കരുതെന്നാണ് UDF സ്ഥാനാർത്ഥി CH റഷീദ് വാദിച്ചത്. ഇത് ഗുരുവായൂരിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കോലീബി സഖ്യത്തിന്റെ തുടർച്ചയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിതയുടെ പത്രിക തള്ളിയത് ലീഗും BJPയും തമ്മിലുള്ള സാമ്പത്തിക ഡീലിന്റെ ഭാഗമാണ്. BJPയുടെ വർഗീയ ജൽപ്പനങ്ങൾ ഗുരുവായൂരിന്റെ മണ്ണിൽ വിലപ്പോകില്ല. LDF നൽകിയ ആദ്യ പരാതിയുടെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത നിർദ്ദേശത്തിന്റെ ഭാഗമായി പോലീസ് BNS 192, ജനപ്രാതിനിധ്യ നിയമം 125 വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഈ കേസ് നിലനിൽക്കുമ്പോൾ വീണ്ടും വർഗീയ പരാമർശങ്ങൾ NDA സ്ഥാനാർത്ഥി ആവർത്തിക്കുകയാണ്. ഇതിനെതിരെ വീണ്ടും LDF പരാതി നൽകിയിട്ടുണ്ട്. ഈ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ തന്റെ പ്രസ്താവനയിൽ അടിയുറച്ചു നിൽക്കുകയാണെന്നും മാത്രമല്ല സമാനമായ പ്രസ്താവനകൾ വീണ്ടും ആവർത്തിക്കുന്ന നിലപാടാണ് BJPയുടെ സ്ഥാനാർത്ഥി നിരന്തരം കൈക്കൊള്ളുന്നത്. മതനിരപേക്ഷ മണ്ണായിട്ടുള്ള ഗുരുവായൂരിന്റെ മണ്ണിനെ കലാപഭൂമിയാക്കാനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുമുള്ള ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് BJPയുടെ സ്ഥാനാർത്ഥി നിരന്തരം വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും ഈ പരാമർശങ്ങൾ ആവർത്തിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നലെ വീണ്ടും പരാതി കൊടുത്തു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും ഇദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് മത്സരിപ്പിക്കരുത് എന്ന ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുകയുണ്ടായി. നീതിപൂർവവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കാത്ത സാഹചര്യം സൃഷ്ടിച്ച സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ അനുവദിക്കരുതെന്നാണ് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. LDF നേതാക്കളായ C സുമേഷ്, RT ഗഫൂർ, MA ഹാരിസ് ബാബു, PK സൈതാലിക്കുട്ടി, TT ശിവദാസൻ, PK രാജേശ്വരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.